ഇന്ന് ജൂലൈ 14 എല്ലാ ആഴ്ചകളിലും ഇതുപോലെ ഈ ആഴ്ചയും ഒരുപാട് സിനിമകൾ OTT റിലീസിനായിട്ടിരിക്കുന്നു. ഈ ആഴ്ച OTT റിലീസ് ആകുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമകളുടെ ഉൾപ്പെടെ 8 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. ആദ്യത്തേത് കുബേര അപ്ഡേറ്റ് ആണ്. ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദാന തുടങ്ങിയവർ അഭിനയിച്ച സിനിമ അങ്ങനെ ഈ ആഴ്ച ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ആകുകയാണ്. ജൂലൈ 18-ാം തീയതിയാണ് വെള്ളിയാഴ്ചയാണ് സിനിമ OTT റിലീസ് ആകുക. മലയാളം ഉൾപ്പെടെ പാൻ-ഇന്ത്യൻ ഭാഷകളിൽ സിനിമ ലഭ്യമാകും. ഇംഗ്ലീഷ് സീരീസ് ആയ ആമസോൺ പ്രൈമിന്റെ ഡയറക്ട് OTT സീരീസ് ദി സമ്മർ ഐ ടേൺഡ് പ്രെട്ടി എന്ന സീരീസ് ഈ ആഴ്ച മലയാളം ഉൾപ്പെടെയുള്ള പാൻ-ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ആകുന്നുണ്ട്. ജൂലൈ 16-നാണ് ആമസോൺ പ്രൈമിലൂടെ സീരീസ് ലഭ്യമാകുക. മൂന്നാമത്തേത് ഈ ആഴ്ച മലയാളത്തിൽ നിന്നും OTT റിലീസിനൊരുങ്ങുന്ന അമിത് ചക്കാലക്കൽ നായകനായി എത്തുന്ന അസ്ത്ര എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം മനോരമ മാക്സിലൂടെയാണ് ഈ ആഴ്ച ജൂലൈ 18-ന് വെള്ളിയാഴ്ച OTT റിലീസ് ആകുക. ഒരു ഹിന്ദി സീരീസ് കൂടി ഈ ആഴ്ച OTT റിലീസ് ആകുന്നുണ്ട്. അത് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ സ്പെഷ്യൽ ഓപ്സ് സീസൺ 2 ആണ്. ജൂലൈ 18-ന് സീരീസ് മലയാളം ഉൾപ്പെടെയുള്ള പാൻ-ഇന്ത്യൻ ഭാഷകളിൽ ലഭ്യമാകുന്നതാണ്. അടുത്തത് തമിഴിൽ നിന്നും ഈ ആഴ്ച ഡയറക്ട് OTT റിലീസ് ആകുന്ന C5ന്റെ സട്ടമും നീതിയും എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. C5ൽ ജൂലൈ 18-ന് സിനിമ OTT റിലീസ് ആകുന്നതാണ്. നിലവിൽ തമിഴിൽ മാത്രമേ സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അടുത്തതും C5ന്റെ ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സഞ്ജയ് ദത്ത് സിനിമ ദി ഭൂതിനി ഈ ആഴ്ച ജൂലൈ 18-ന് C5ൽ OTT റിലീസ് ആകുന്നതാണ്. അജയ് ദേവ്ഗൺ നിർമ്മിച്ച കാജോൾ നായിക വേഷത്തിലെത്തിയ ഏറ്റവും പുതിയ ഹിന്ദി സിനിമയാണല്ലോ മാ. തിയേറ്ററുകളിൽ വലിയ വിജയമാകാനാവാതെ പോയ സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം അവസാനത്തോടെയായിരിക്കും സിനിമ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ആക്കുക. കാജോൾ കൂടി അഭിനയിച്ച് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ നായകനായി എത്തുന്ന ഹിന്ദി ഡയറക്ട് OTT സിനിമയാണല്ലോ സർസാമീൻ. ഇബ്രാഹിം അലിഖാന്റെ രണ്ടാമത്തെ സിനിമ കൂടി ഈ ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ വരുന്ന ജൂലൈ 25-ാം തീയതി ഡയറക്ട് OTT റിലീസ് ആകുകയാണ്. ഈ ഹിന്ദി സിനിമയുടെ മലയാളം ട്രെയിലർ കൂടി ഇപ്പോഴത്തെ ഹോട്ട്സ്റ്റാർ ലഭ്യമാണെന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. അപ്പോൾ പൃഥ്വിരാജിന്റെ സിനിമ അടുത്ത ആഴ്ച പാൻ-ഇന്ത്യൻ ഭാഷകളിൽ ജിയോ ഹോട്ട്സ്റ്റാർ ലഭ്യമാകുമെന്ന് ഉറപ്പിക്കാം. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്.